മുറിവേറ്റ കുഞ്ഞാട് ഇടയനോട് ചേരുന്നത് പോലെ സഹനങ്ങൾ നമ്മെ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കണം. ഈശോയിൽ പ്രിയരെ, ഈ പുണ്യദിനത്തിൽ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം വാക്യങ്ങൾ 32 മുതൽ 34 വരെയാണ്. യേശുക്രിസ്തു തന്റെ പീഡാനുഭവത്തെക്കുറിച്ചും ക്രൂശമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും തന്റെ സ്ലീഹന്മാർക്ക് നൽകിയ 3-ാം പ്രവചന ഭാഗമാണ്. ഈശോയെ അനുഗമിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അവയെ അവൻ നേരിട്ടതുപോലെ നേരിടുവാൻ ഈ പുണ്യവാക്യം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. കുരിശുമരണത്തിനപ്പുറം ഒരു ഉത്ഥാനമുണ്ടെന്നും നാം ഇന്ന് നടന്നു പോകുന്ന വഴികളിൽ നേരിടുന്ന കയ്പു നിറഞ്ഞ അനുഭവങ്ങളും സഹനങ്ങളുടെ നിമിഷങ്ങളിലും മടുപ്പ് കൂടാതെ നിരാശയാവാതെ പ്രതീക്ഷ കൈവിടാതെ ഈശോയിൽ ആശ്രയിച്ച് അവന്റെ സ്നേഹത്തിന്റെ പിൻബലത്തിൽ സഹനങ്ങളെ നേരിടുവാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൽക്കത്തായിലെ വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു: സഹനം എന്നത് ഈശോയെ ചുംബിക്കാനുള്ള അകലത്തിൽ നാം എത്തി എന്നതിന്റെ അടയാളമത്രേ. പുണ്യം പൂക്കുന്ന ഈ നോമ്പുകാലത്ത് ഈശോയുടെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയുടെ നല്ല തീർത്ഥാടകരായി മുന്നേറുവാൻ നമുക്കേവർക്കും ശ്രമിക്കാം. ആമേൻ.